ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിനിയേച്ചർ മാഡ്നസ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചിയിലാണ്. നമ്മുടെ KDCയുടെ അതായത് കേരള ഡൈകാസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ട് ഇന്ന്. അപ്പോൾ അതിനുവേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് വിനീത്. വിനീത് വന്ന് ചെറിയ കളക്ടറാണ്. ചെറിയ കളക്ടർ എന്ന് വെച്ചാൽ ഞാൻ കളക്ഷൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ചെറിയ കളക്ടറാണ്. എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, എൻ്റെ അനിയനെ പോലെയാണ്. ഞാൻ ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വിനീത് പറഞ്ഞു KDCയെ കുറിച്ച്. KDC എന്ന് പറഞ്ഞാൽ ഒരു 2016 സ്റ്റാർട്ട് ചെയ്തൊരു കളക്ടേഴ്സ് ഗ്രൂപ്പിൻ്റെ കമ്മ്യൂണിറ്റിയാണ്. ഞാൻ ഒരു 4-5 വർഷം ഞാനും മെമ്പറാണ്. ഇപ്പോൾ നമ്മുടെ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പുകളെ പലരും പരസ്പരം കണ്ടിട്ടില്ല. അപ്പോൾ അവരെ പരസ്പരം കാണാനും അവരുടെ കളക്ഷൻ ഷെയർ ചെയ്യാനും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള കളക്ടേഴ്സിൽ നിന്ന് അഡ്വൈസുകൾ എടുക്കാനും എങ്ങനെ സ്കെയിൽ മോഡൽസ് എങ്ങനെ ഈ ഹോബി എങ്ങനെ കൊണ്ടുപോകണം, ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ അറിയാനായിട്ടൊരു കൂട്ടായ്മയായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നിൻ്റെ ഒരു മീറ്റപ്പ് ആയിരുന്നു, വളരെ നന്നായിട്ട് നടന്നു. പിന്നെ ചേച്ചിയെ പോലുള്ള സെലിബ്രിറ്റീസ് ഒക്കെ വന്നു, വളരെ സന്തോഷം. താങ്ക് യു. ചെറിയ സെലിബ്രിറ്റി ഞാൻ, അതുപോലെ വിനീതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ചെറിയ സെലിബ്രിറ്റിയാണ്, വളരെ ചെറിയ കളക്ടറാണ്. എൻ്റെയൊക്കെ കളക്ഷൻ വന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെറിയ കുഞ്ഞാണ് വിനീതിൻ്റെ ഒക്കെ കളക്ഷൻ കാണുമ്പോൾ. ബിനിച്ചേട്ടനെയൊക്കെ പോലെ ബിനിച്ചേട്ടൻ്റെ വലിയ ഫാനാണ് ഞാൻ, അതുപോലെ ഒരു ഫാനായതാണ് വിനീതിൻ്റെ കളക്ഷൻസ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, കുറേ നമുക്കെല്ലാം കാണാം. അപ്പോൾ നമുക്കിനി പ്രോഗ്രാമിലോട്ട് പോകാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഓൺ റോഡിൻ്റെ ഇൻറ്റീരിയർ. അവിടെ ഒരു ബീറ്റിൽ വെച്ചിട്ടുണ്ട്, അതിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ ഡയറോമ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മീറ്റപ്പിൽ. പിന്നെ ഒരു 1:1 ലാൻഡ് ക്രൂയിസറും 1:18 ലാൻഡ് ക്രൂയിസറും, അത് ഏറ്റവും അടിപൊളിയായിരുന്നു കാണാൻ. പിന്നെ കുറേ ആസിക്കാസിൻ്റെ ഉണ്ടായിരുന്നു. ഈ ജിപ്സി വന്ന് നമ്മുടെ ബിബിൻ ചേട്ടൻ ഫുൾ ഹാൻഡ് മെയ്ഡാണ്, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഈ ബിബിൻ ചേട്ടൻ്റെ ഇൻസ്റ്റൈഡിയും യൂട്യൂബ് ചാനലിൻ്റെ ഇതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഫോർഡ് ബ്രോങ്കോ ഉണ്ടായിരുന്നു, ജിപ്സി ഉണ്ടായിരുന്നു, ജീപ്പ് ഉണ്ടായിരുന്നു. ഇതിലിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാം തന്നെ ആസിക്കാസാണ്. നല്ല അടിപൊളി കളക്ഷൻ. അതായത് ഞാൻ ഇതുപോലെ ഒരു കളക്ഷൻ ഇതുവരെ മുംബൈയിൽ എവിടെയും കണ്ടിട്ടില്ല. കേരളത്തിലെ കളക്ടേഴ്സാണ് ഒത്തിരി ഡിഫറെൻ്റായ കളക്ഷൻസ് ഉള്ളവർ. പിന്നെ ഇത് ഫുൾ നമ്മുടെ ബിനിച്ചേട്ടൻ്റെ കളക്ഷനാണ്, ഫുൾ റാലി കാസാണ്. പിന്നെ കോനിക്സ ഉണ്ട്, റോൾസ് റോയ്സിൻ്റെ ഉണ്ട്, ഒത്തിരി. ബിനിച്ചേട്ടൻ്റെ കളക്ഷൻ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മളൊന്നും ഒട്ടും ചിന്തിക്കാത്ത ടൈപ്പിലുള്ള, അതായത് കണ്ടിട്ട് പോലും ഇല്ലാത്ത ടൈപ്പിലുള്ള ഒരുപാട് കാസുണ്ട് ബിനിച്ചേട്ടൻ്റെ കളക്ഷനിൽ. ഈ വണ്ടി ഒന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ലാത്തൊരു കളക്ഷനാണ്. അപ്പോൾ നമുക്ക് ബിനിച്ചേട്ടനോട് തന്നെ ഡയറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് അറിയാം. ഇതാണ് നമ്മുടെ ബിനിച്ചേട്ടൻ. ആക്ച്വലി ഞാൻ വലിയ ഫാനാണ് ബിനിച്ചേട്ടൻ്റെ. എന്താ പറയുക, ബിനിച്ചേട്ടൻ്റെ ഒക്കെ കളക്ഷൻ കാണുമ്പോൾ എൻ്റെ വളരെ ചെറിയ, എൻ്റെ പിച്ചയിലും വയ്ക്കാൻ തുടങ്ങാത്ത കുട്ടിയാണ് ഞാൻ. അത്ര വലിയ കളക്ഷനാണ് ബിനിച്ചേട്ടനുള്ളത്. അപ്പോൾ ബിനിച്ചേട്ടൻ്റെ കളക്ഷനിൽ ചെറിയ കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന്, ബിനിച്ചേട്ടനെ അധികം ശല്യപ്പെടുത്തുന്നുമില്ല. ബിനിച്ചേട്ടൻ എനിക്ക് ആ സിട്രോൺ കാറിനെ കുറിച്ച് ജസ്റ്റ്. സിട്രോൺ കാർ അത് ശരിക്കും പിരലി ടയർസ് ഇല്ലേ, അതിൻ്റെ ടെസ്റ്റ് കാറാണ്. ടയർ ടെസ്റ്റ് ചെയ്യുന്ന കാറാണ്. ഓക്കെ, അതിൻ്റെ ഞാൻ കാണിച്ചു തരാം. ടെസ്റ്റ് കാറാണ് ഇപ്പോൾ. അത് സിട്രോൺ, ഇത് പിരലിയുടെ ട്രക്കിൻ്റെ ടയർ ഇത്. അപ്പം അതിൻ്റെ ടെസ്റ്റിംഗ് കാറാണ് ഇത്. റെയറായിട്ടുള്ള ഒരു പീസ്. റെയറായിട്ടുള്ള പീസാണ്. ആദ്യം തന്നെ ഫുൾ അട്രാക്ട് ആയത് ഈ കാറിലാണ്. സിട്രോൺ മില്ലി എന്ന് പറയും, സിട്രോൺ DS. അപ്പം ഇതാണ് നമ്മളുടെ ഇത് ഞാൻ ഇവിടെ വന്ന് എൻ്റെ കണ്ണിൽ ആദ്യമായിട്ട് കണ്ടത് ഇതാണ്. പെട്ടെന്ന് തന്നെ ഞാൻ ഇതിൽ അട്രാക്ട് ആയിരുന്നു. 18 സ്കെയിലുള്ളതാണ്. റെസിൻ മോഡൽ. ഓക്കെ, ഇത് ചേട്ടൻ എവിടുന്ന്? ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കുന്ന വിശാൽ പൂനെന്ന് എടുത്താണ്. വിശാലിൻ്റെ കിട്ടിയത്. അത് 10 വർഷം മുമ്പുള്ള ലിമിറ്റഡ് എഡിഷനാണ്. പിന്നെ കൂടുതലുള്ള ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റാലിക്കാസാണ് കൂടുതലും കളക്ഷനുള്ള. ബിനിച്ചേട്ടാ ഒത്തിരി താങ്ക്സ്. നമ്മൾ ഇനി നെക്സ്റ്റ് ടൈം നമ്മൾക്ക് നാട്ടിലോട്ട് വരുമ്പോഴത്തേക്കും
ഉറപ്പായിട്ടും ബിനിച്ചേട്ടൻ്റെ വീട്ടിൽ പോയി ഒരു ചെറിയൊരു വ്ളോഗ് ഉണ്ടാവും. ബിനിച്ചേട്ടനെ അധികം ശല്യപ്പെടുത്താതൊക്കെ. ഒത്തിരി താങ്ക്സ് ബിനിച്ചേട്ടാ. താങ്ക് യു. പിന്നെ നമ്മുടെ KDSലെ മീറ്റപ്പിൽ ഡിഫറെൻ്റ് ആയിട്ട് കണ്ടൊരു ഐറ്റമായിരുന്നു ഈ ആർട്ട് വർക്ക്സ്. ഇത് നമ്മുടെ തൃശ്ശൂരിലുള്ള ഒരു ഡോക്ടർ ചെയ്തിരിക്കുന്നതാണ് ഇത് മുഴുവൻ. പുള്ളിക്കാരനൊരു ഡെൻറ്റിസ്റ്റാണ്, ഡോക്ടർ ചാക്കോ എന്നാണ് പേര്. നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഐഡിയും ഇൻസ്റ്റാ ഐഡിയും ഫോൺ നമ്പറും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. നല്ല അടിപൊളിയായിരുന്നു കാണാൻ. ഓരോ വർക്കും അത്ര ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു ശരിക്കും. എനിക്കിതിൽ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ബീച്ച് സൈഡിലുള്ളതും പിന്നെ നമ്മുടെ മൺമറിഞ്ഞു പോയ രത്തൻ ടാറ്റാജിയുടെ നാനോ ആൻഡ് ഇമേജ്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. നല്ല സൂപ്പറായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു വർക്കൊക്കെ. പിന്നെ ഈ ഇരിക്കുന്ന കളക്ഷൻ മുഴുവൻ, ഈ ബാക്കിലത്തെ കളക്ഷൻ എല്ലാം നമ്മുടെ വിനീത് ബ്രോവിൻ്റെ ആണ്, അതായത് എൻ്റെ അനിയൻ്റെ. ഞാൻ പറഞ്ഞല്ലോ ചെറിയ കളക്ടറാണ്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, പക്ഷേ ഒന്നും തന്നെ ഇല്ല എന്നാണ് പുള്ളിക്കാരൻ എപ്പോഴും പറയുന്നത്. അങ്ങനെ പിന്നെ ഒരുപാട് പേരുടെ കളക്ഷൻസ് മിക്സ് ആയിട്ടാണ് ഇവിടെ വെച്ചിരുന്നത്. അപ്പോൾ പേരെടുത്ത് പറയാൻ എനിക്ക് അത്രയും ഒരു ഇത് കിട്ടുന്നില്ല. വിനീത് ബ്രോവിൻ്റെ ഉണ്ട്, പിന്നെ പ്രണവിൻ്റെ ഉണ്ട്, ഒരു ജിതിൻ എന്ന് പറഞ്ഞ ജിതിൻ ബ്രോവിൻ്റെ ഉണ്ട്, പ്രശാന്ത് ഏട്ടൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ KDC ഫാമിലിയിൽ ഒരുപാട് മെമ്പേഴ്സിൻ്റെ, ഇതെല്ലാം പ്രശാന്ത് ഏട്ടൻ്റെ കളക്ഷനാണ്. പ്രശാന്ത് ഏട്ടൻ വന്ന് വിൻറ്റേജ് കാസിനെ, എന്നെപ്പോലെ വിൻറ്റേജ് കാസിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി. ഫസ്റ്റ് ടൈമാണ് നമ്മൾ കാണുന്നത്. RC കാർസിലായിരുന്നു മോസ്റ്റ്ലി പബ്ലിക്കിൻ്റെ ഒരുപാട് അട്രാക്ഷൻ. അതിലും എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് ഈ കുഞ്ഞനാണ്. ഈ ട്രക്ക് നല്ല രസമായിരുന്നു. എല്ലാ വലിയ വലിയ വണ്ടികളുടെയും ഈ ബ്രോങ്കോയുടെയും ഒക്കെ അടിയിൽ കൂടെ ഇങ്ങനെ ചുറ്റി നടക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു. ഒരു ചെറിയ ക്യൂട്ട് കുഞ്ഞിപ്പുഴു ഓടുന്ന പോലെ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. RC കാറാണ് ഒരുപാട് പേരെ അട്രാക്റ്റ് ചെയ്തിരുന്നത് അവിടെ. ഇത് വന്ന് വില്ലേജിൻ്റെ ഒരു ജീപ്പാണ്, ഫുള്ളി ഹാൻഡ് മെയ്ഡ് RC മോഡലാണ്. ആൻഡ് ഫങ്ഷണൽ 4x4 ട്രാൻസ്മിഷൻ സിസ്റ്റം ആണ് ഇതിനുള്ളത്. ആൻഡ് അടുത്തൊരു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏഷ്യ ആൻഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഏറ്റവും ചെറിയ ഹാൻഡ് മെയ്ഡ് RC മോഡലിനുള്ള അവാർഡും ഈ ജീപ്പിന് ലഭിച്ചിട്ടുണ്ട്. ഇവനവിടുത്തെ വലിയൊരു അട്രാക്ഷനായിരുന്നു. പിന്നത്തെ സെക്ഷൻ ഫുള്ളും 64 സ്കെയിലിൻ്റെ ആയിരുന്നു. മിനി GT, അതുപോലെ പോപ്പ് റേസ്, അതുപോലെ ഒരുപാട് കളക്ഷൻസിൻ്റെ വണ്ടികളുണ്ടായിരുന്നു. ഞാൻ നോക്കിയിട്ട് കേരളത്തിൽ ഓൾമോസ്റ്റ് ഹോട്ട് വീൽസും 64 സ്കെയിലും കളക്ട് ചെയ്യുന്നവരാണ് കൂടുതൽ. എന്താ അതിൻ്റെ ഒരു സീക്രട്ടെന്ന് എനിക്കറിയില്ല. 1:18, 24, 12 അതൊക്കെ കളക്ട് ചെയ്യുന്നവർ ഒരുപാട് കുറവാണ്. പിന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയറോമാസ് ഉണ്ടായിരുന്നു, ജപ്പാൻ ഡ്രിഫ്റ്റ് ക്ലബിൻ്റെ, അങ്ങനെ ഒത്തിരി. അതൊക്കെ ഭയങ്കര അട്രാക്ഷനായിരുന്നു ശരിക്കും. പിന്നെ ഇതൊരു എനിക്ക് എന്താ പറയേണ്ടത് അറിയില്ല, ഫുൾ ഗോൾഡൻ 64 സ്കെയിൽ മോഡൽസിൻ്റെ കളക്ഷൻ, ഫുൾ ഗോൾഡൻ കളറിലുള്ള വണ്ടികളാണ്. ആരുടെയാ ഈ കളക്ഷൻ എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല ഇപ്പോൾ. പക്ഷേ അതും ഒരു മെയിൻ അട്രാക്ഷനായിരുന്നു. തിരിച്ചും ഒരുപാട് ടൈപ്സ് ഓഫ് ഡയറോമാസ് കാര്യങ്ങളൊക്കെ.
പിന്നെ അടുത്തൊരു വീൽ സ്വാപ്പിംഗ് കൗണ്ടർ ഉണ്ടായിരുന്നു. നമ്മുടെ വിനീത് ബ്രോ ആണ് ഇതൊക്കെ ചെയ്യുന്നത്. പുള്ളി ശരിക്കും ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. ഈ വീൽ സ്വാപ്പിങ്ങിലും പിന്നെ വണ്ടി റിപ്പയർ ചെയ്യാനും ലൈറ്റ് ഒക്കെ LED ലൈറ്റ്സ് ഒക്കെ പിടിപ്പിക്കാനും ഒക്കെ ഭയങ്കര ഒരു ആർട്ടിസ്റ്റാണ്. ഭയങ്കര ഇൻട്രസ്റ്റുമാണ് പുള്ളിക്ക് ഇതിൽ. ഇതൊരു ഷെവർലെ ഇംപാല ആണ്. 1:12 സ്കെയിലാണ്. ആൻഡ് ഇതൊരു കസ്റ്റമൈസ്ഡ് കാറാണ്. ഒരു ലോ റൈഡറുമാണ്. ഇവൻ്റെ ഡാൻസ് കാണാൻ നല്ല ഭംഗിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഒരു ഡിഫറെൻ്റായ ഒരു പീസ് എന്ന് വേണേൽ പറയാം. നോർമൽ RC-ന്നും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു ഇതിൽ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അന്നത്തെ ദിവസത്തെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിൽ ചിലതാണിത്. ഫസ്റ്റ് നമുക്ക് KDC ഫാമിലിയിലെ മെമ്പേഴ്സിനെ എല്ലാം കാണാൻ പറ്റി ഫസ്റ്റ് ടൈം. പിന്നെ എന്നെയും പബ്ലിക് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റി. ഇതൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. അവരെയൊക്കെ കുറേ പേരെ മീറ്റ് ചെയ്യാൻ പറ്റി. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അവരെന്നെ റെക്കഗ്നൈസ് ചെയ്ത് വന്ന് എന്നോട് ഒരുപാട് നേരം സംസാരിച്ചു. കളക്ടിങ്ങിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. അവരിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. അതൊക്കെ ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു നിമിഷങ്ങളായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ താങ്ക്സ് ടു KDC, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു വിൻറ്റേജ് കാറാണ്. അവിടുത്തെ അടുത്തൊരു മെയിൻ അട്രാക്ഷൻ എന്ന് വേണം പറയാം, നമ്മുടെ പ്രശാന്ത് ഏട്ടൻ്റെയാണ്. ഇത് മെഴ്സിഡീസ് ബെൻസ് 300 SEL ആണ്. 6.8 ലിറ്റർ എൻജിൻ ആൻഡ് 1971 മോഡലാണ്. ആൻഡ് ഇത് വന്ന് ഒരു പ്രത്യേകത എന്തെന്നാൽ 350 പീസസ് ആണ് വേൾഡിലുള്ളത്. അതിൽ 60th പീസ് പ്രശാന്ത് ഏട്ടൻ്റെ കയ്യിലാണ് ഉള്ളത്. ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഓവറോൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് തനിയായിട്ട് ആരുടെയാണെന്ന് പറയാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഒരുപാട് കളക്ഷൻസ് പ്രശാന്ത് ഏട്ടൻ്റെയും പിന്നെ എൻ്റെ അനിയൻ വിനീത് ബ്രോൻ്റെ ഉണ്ടായിരുന്നു, ജിതിൻ ബ്രോൻ്റെ ഉണ്ടായിരുന്നു, പ്രണവിൻ്റെ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ പേരുടെ. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ 1:12 മോഡൽസിൻ്റെ മെഴ്സിഡീസ് ബെൻസിൻ്റെ SLR, സലീൻ, കരേറ, F40, 300 SL അത്രയുണ്ട് 12 സ്കെയിലിൻ്റെ. പിന്നെ ഇതൊരു കസ്റ്റം ഫോർഡ് കാറാണ്. പിന്നെ ലാൻസർ, BMW, ഫോർഡ് GT. പിന്നെ ഈ കാണുന്നതൊക്കെ ഓട്ടോ വേൾഡിൻ്റെ വിൻറ്റേജ് കാർസാണ്. പിന്നെ സിട്രോൺ, പിന്നെ ഒരു ഹോണ്ട സിവിക് ആണ് ഈ ലാസ്റ്റ് ഇരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ പ്രശാന്ത് ഏട്ടൻ, വിനീത് ബ്രോ, പിന്നെ ഒരു ബെനോൺ ബ്രോ, ജിതിൻ ബ്രോ, ഇവരുടെയൊക്കെ കളക്ഷനാണ്. ഈ ബൈക്ക് കളക്ഷനൊക്കെ പ്രണവിൻ്റെ ആണ്. പിന്നെ അനിയൻ പാവം, എന്താ പറയുക, അനിയനോട് ഫസ്റ്റ് ഞാൻ സോറി പറയുന്നു. വിനീത് എന്തെന്ന് വെച്ചാൽ മൈക്കിൻ്റെ ചാർജ് പോയിട്ടുണ്ടായിരുന്നു, എനിക്കത് അറിയത്തില്ലായിരുന്നു.
സംസാരിച്ചൊന്നും റെക്കോർഡാകാൻ പറ്റിയില്ല. ഇതിൻ്റെ അംബ്രല്ല വന്ന് നമുക്ക് എടുക്കാൻ പറ്റും, റിയൽ വണ്ടിയിലെ പോലെ. ഇത് വന്ന് എല്ലാവർക്കും അറിയുമല്ലോ, റോൾസ് റോയ്സിൻ്റെ ഗോസ്റ്റ് ആണ് ആൻഡ് ക്യോഷോ ആണ് ഇതിൻ്റെ മേക്ക്. ഇതിൻ്റെ V12 എൻജിൻ നമുക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളി ഡീറ്റെയിലിംഗ് ആണ്. ഡോസ് വന്ന് സൂയിസൈഡ് ഡോസ് ആണ്. അതിൻ്റെ ട്രങ്ക് ഓപ്പൺ ആവും, നല്ല ഡീറ്റെയിലിംഗ് ആണ്. ആൻഡ് ഇതിൻ്റെ ഹാൻഡ് റെസ്റ്റ് ഓപ്പണബിൾ ആണ്. സീറ്റ് ബാക്ക് ട്രേ ഓപ്പണബിൾ ആണ്. അനിയൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് ഓപ്പൺ ആക്കാൻ വേണ്ടി, നമുക്ക് കാണാം. അതിൻ്റെ ട്രേ ഓപ്പണബിൾ ആണ്. പിന്നെ സീറ്റ് വന്ന് മൂവബിൾ സീറ്റ്സ് ആണ്, ഇതുപോലെ. പിന്നെ ബാക്കിൻ്റെ ഹാൻഡ് റെസ്റ്റ് അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻസ്ട്രുമെൻ്റൊക്കെ തപ്പിയെടുത്താണ് അനിയൻ ഓപ്പൺ ചെയ്ത്, പാവം ഫുള്ളായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. പക്ഷേ എന്ത് ചെയ്യുക, നമ്മുടെ സമയമോശം, മൈക്കിൻ്റെ ചാർജ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒന്നും തന്നെ റെക്കോർഡായില്ല. അല്ലെങ്കിൽ അനിയൻ പറയുന്നത് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ അനിയൻ ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ വൈസർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാം കൊണ്ടും ക്യോഷോൻ്റെ ഡീറ്റെയിലിംഗ് സൂപ്പർബ് ഡീറ്റെയിലിംഗ് ആണ്. ആൻഡ് ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ശരിക്കും ഒറിജിനൽ കാറിൻ്റെ പോലെ തന്നെ അതിൻ്റെ വീൽ കറങ്ങുമ്പോൾ ഒരനക്കവും ഇല്ലാക്കി സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അതായത് ഈ KDC എന്ന് വെച്ചാൽ ഒരു കുടുംബം പോലെയാണ്. ശരിക്കും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഒരു കുടുംബം പോലെയാണ് ഇപ്പോൾ എനിക്ക് ഫീലായത്. അവരെല്ലാം കൂടെ തീരുമാനിച്ച് ഇങ്ങനെ ഒരു ഈവെൻ്റ്, ഇത്രയും വലിയൊരു ഈവെൻ്റ്, അതും അടിപൊളിയൊരു ഈവെൻ്റ് ചെയ്തു. അതിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി, അത് തന്നെ വലിയൊരു കാര്യം. ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്നത്തെ ദിവസം. ഞാൻ ഒരുപാട് കളക്ടേഴ്സിനെ, മെയിൻ കളക്ടേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റി, അവരോട് സംസാരിക്കാൻ പറ്റി. ഒരു എന്താ പറയുക, ഒരു അത്രയും അടിപൊളിയായിട്ട് ഉള്ളൊരു ദിവസവും ആൻഡ് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസമാക്കി തന്നതിന് നമ്മുടെ KDC ഫാമിലിയോട്, അതായത് കേരള ഡൈക്കാസ് ക്രൂവിനോട് ഒത്തിരി താങ്ക്സ് പറയുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.